14 സ്ഥലവും മനുഷ്യരുമവും എന്ന ഈ പരമ്പരയിൽ 12-ാം സ്ഥലം. ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. തിന്മയിലേക്ക് വഴിതെറ്റിപ്പോയ ജനതയെ വീണ്ടെടുക്കാൻ ദൈവം മനുഷ്യനായി അവതരിക്കുകയാണ്. ക്രിസ്തുവായി ഭൂമിയിൽ എങ്ങനെ നന്മ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കാമെന്ന് തൻ്റെ ജീവിതത്തിലുടനീളം അവൻ കാട്ടിത്തരുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണോ? ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പരാക്രമത്തിൽ പലപ്പോഴും തിന്മയെ കൂട്ടുപിടിച്ച് കഷ്ടതകൾ ഏറ്റുവാങ്ങി ദൈവത്തെ നമ്മളൊരു ദല്ലാളായി കണക്കാക്കി നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അവനെ സ്തുതിച്ചുകൊണ്ടും പ്രയാസങ്ങൾ നേടുമ്പോൾ അവനെ വെറുത്തുകൊണ്ടും എല്ലാവരുടെയും ജീവിതം എന്നുള്ളതാണ് സത്യം. അതല്ല ജീവിതം. മറിച്ച് സഹനങ്ങളിലൂടെ അവൻ നമുക്ക് തന്ന മാതൃകൾ കഷ്ടതയാണെങ്കിലും നഷ്ടമാണെങ്കിലും സഹിച്ച് സ്വയമില്ലാതായി തൻ്റെ സുഹൃത്തിനു വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അരുളി ചെയ്ത അവൻ്റെ പാത, അത് പലപ്പോഴും നമ്മൾ മറന്നു പോവുകയും അവിടെയൊക്കെ മറക്കുമ്പോൾ നമ്മൾ പാപത്തിൽ തന്നെ ജീവിക്കുകയും തിന്മയുടെ കരങ്ങളിൽ നമ്മളെ തന്നെ സ്വയം അർപ്പിക്കുകയുമാണ്. ക്രിസ്തു പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ തൻ്റെ ജോലി പൂർത്തിയാക്കി. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അവസാനത്തിൽ അങ്ങനെ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റിയെന്ന് നെഞ്ചിൽ കൈവച്ച് പറയുവാൻ സാധിക്കുമോ? പറ്റില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ പറയണമെങ്കിൽ അവനെ പൂർണ്ണമായും ഉൾക്കൊള്ളണം. അതിനുള്ളതാകണം ഈ 12-ാം സ്ഥലം. പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ തിരുമുറിപ്പാടുകളെ തിന്മയെ ഉപേക്ഷിക്കുവാനും നമ്മെ ആശ്ലേഷിക്കുവാനും പാപത്തിൽ മരിച്ചവരെ ജീവിക്കുവാനും നമുക്ക് കഴിയണം.